നമസ്കാരം. ഇന്ന് നിങ്ങളുടെ ഭാഗ്യം എന്താണ് നിങ്ങൾക്കായി കരുതിയിരിക്കുന്നതെന്നറിയണ്ടേ? സൂര്യരാശി നോക്കി ഇന്നത്തെ ഫലമറിയാം. മേടം രാശി. നിങ്ങളുടെ ജോലിയിൽ വിജയസാധ്യതകൾ വർദ്ധിക്കും. പദ്ധതികൾക്ക് അധികാരികളിൽ നിന്ന് പിന്തുണ ലഭിക്കും. ചർച്ചകളിൽ വിജയിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസം ശക്തമാകും. പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ജോലിയിൽ റിസ്ക് എടുക്കുന്നത് പരിഗണിക്കാം. ജോലിയിൽ സ്ഥാനവും ബഹുമാനവും ലഭിക്കും. ഭാഗ്യം അനുഭവപ്പെടും. അധികാരികളിൽ നിന്ന് പിന്തുണ ലഭിക്കും. ഇടവം രാശി. വാണിജ്യത്തിലും വ്യാപാരത്തിലും വിജയം കൈവരിക്കും. സമ്പൂർണ്ണ വിജയത്തിനുള്ള അന്തരീക്ഷമുണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും. പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. നിങ്ങളുടെ ജോലികൾക്ക് മുൻഗണന നൽകാം. ജോലിയിൽ സഹകരണവും പങ്കാളിത്തവും വർദ്ധിക്കും. സംരംഭങ്ങളിൽ വിജയത്തിന് സാധ്യതയുണ്ട്. ആത്മവിശ്വാസത്തിൽ വർധനവുണ്ടാകും. നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മിഥുനം രാശി. അത്യാവശ്യ കാര്യങ്ങൾ കൃത്യസമയത്ത് പൂർത്തിയാക്കേണ്ടതുണ്ട്. അശ്രദ്ധ ഒഴിവാക്കണം. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പാലിക്കുക. ശരാശരി ഫലങ്ങളുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അപകടകരമായ ശ്രമങ്ങൾ ഒഴിവാക്കുക. കുടുംബാംഗങ്ങളിൽ നിന്ന് പിന്തുണ തേടേണ്ടി വന്നേക്കാം. ശാരീരിക ലക്ഷണങ്ങളിൽ ജാഗ്രത പാലിക്കുക. പോസിറ്റീവ് മനോഭാവം നിലനിർത്തുക. അപരിചിതരിൽ നിന്ന് അകലം പാലിക്കണം. അശ്രദ്ധയും നിയമങ്ങളുടെ അവഗണനയും ഒഴിവാക്കേണ്ടതുണ്ട്. കർക്കിടകം രാശി. ഇന്ന് നിങ്ങൾ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കും. നേതൃത്വപരമായ കഴിവുകൾ വികസിക്കും. വ്യക്തിപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂല സാഹചര്യങ്ങൾ ലഭിക്കും. കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും നിങ്ങൾക്ക് സന്തോഷകരമായ സമയം ലഭിക്കും. സഹകരണത്തിലും പങ്കാളിത്തത്തിലും പുരോഗതി പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കും. റിയൽ എസ്റ്റേറ്റ്, സ്വത്ത് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. നിങ്ങളുടെ കരിയറിലും ബിസിനസ്സിലും മികച്ച പ്രകടനം കാഴ്ചവെക്കും. വിജയശതമാനം മെച്ചപ്പെടും. അവസരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരും. ബന്ധുക്കളിൽ നിന്ന് നിങ്ങൾക്ക് നല്ല വാർത്തകൾ ലഭിക്കും. ചിങ്ങം രാശി. പ്രൊഫഷണൽ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പുരോഗതി ലഭിക്കും. സേവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. കഠിനാധ്വാനത്തിലൂടെയും വൈദഗ്ധ്യത്തിലൂടെയും നിങ്ങൾക്ക് നേട്ടമുണ്ടാകും. ജോലിയിൽ വിവേകവും ജാഗ്രതയും പാലിക്കണം. സാമ്പത്തിക ഇടപാടുകൾ വ്യക്തമായിരിക്കണം. ആശയവിനിമയത്തിൽ ജാഗ്രത പുലർത്തുക. സമതുലിതമായ ബഡ്ജറ്റ് നിലനിർത്തുക. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പാലിക്കണം. മേൽ ഉദ്യോഗസ്ഥരുമായി ബന്ധം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഉത്തരവാദിത്തങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റും. തൊഴിലിലും ബിസിനസ്സിലും നല്ല പ്രകടനം കാഴ്ചവെക്കും. കന്നിരാശി. ബന്ധങ്ങളിൽ പുരോഗതി ഉണ്ടാകും. ബന്ധുക്കളുമായി സഹകരിക്കും. വ്യാപാരത്തിൽ വിജയം കൈവരിക്കും. ധാർമ്മിക മൂല്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. സമ്പത്തിലും ഐശ്വര്യത്തിലും പുരോഗതി ഉണ്ടാകും. കുടുംബകാര്യങ്ങളിൽ അനുകൂലമായ അന്തരീക്ഷം ലഭിക്കും. ഭരണം മികച്ചതായിരിക്കും. അച്ചടക്കം പാലിക്കും. വിവിധ മേഖലകളിൽ നിങ്ങൾ വിജയിക്കും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും. വ്യക്തിപരമായ കാര്യങ്ങളിൽ പരിശ്രമം തുടരുക. ഉയർന്ന മനോവീര്യം നിലനിർത്തും. പരിശ്രമങ്ങൾ ഫലം നൽകും. ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പക്വത നിലനിർത്തുക. തുലാം രാശി. ജോലിയിലും ബിസിനസ്സിലും സമഗ്രമായ നേട്ടങ്ങളുടെയും വിജയത്തിന്റെയും സൂചനകൾ നിലനിൽക്കുന്നുണ്ട്. പുതിയ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കപ്പെടും. മുടങ്ങിക്കിടന്ന സാമ്പത്തിക കാര്യങ്ങൾ പുരോഗമിക്കും. മത്സര മനോഭാവമുണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നത് തുടരും. വ്യാപാര ബന്ധങ്ങൾ ശക്തമാകും. ജോലിയിലും ബിസിനസ്സിലും പുരോഗതി വേഗത്തിലാകും. സുഹൃത്തുക്കളുമായി കൂടിക്കാഴ്ചകൾ നടക്കും. വിദ്യാഭ്യാസത്തിലും അധ്യാപനത്തിലും മികവ് കൈവരിക്കും. വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യും. ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുക. സഹപ്രവർത്തകർക്കിടയിൽ വിശ്വാസം വർദ്ധിക്കും. നിർദ്ദേശങ്ങൾക്കുള്ള പിന്തുണ ലഭിക്കും. ആത്മവിശ്വാസത്തോടെ മുന്നേറുക. തൊഴിൽ വിപുലീകരിക്കുക. വൃശ്ചികം രാശി. അധികാരത്തിലൂടെയും ഭരണത്തിലൂടെയും അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമൂഹിക പദവിയിൽ വർധനവുണ്ടാകും. വിശ്വസ്തരായ സഹകാരികൾ കൂടെ ഉണ്ടാകും. വീട്ടിലും കുടുംബത്തിലും സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. സന്തോഷവും ക്ഷേമവും പങ്കിടുക. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക. എല്ലാവരുടെയും പിന്തുണ ലഭിക്കും. നിങ്ങൾ ലക്ഷ്യങ്ങൾ കൈവരിക്കും. സൗകര്യങ്ങൾക്ക് ഊന്നൽ നൽകുക. വിഭവങ്ങൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യും. അവസരങ്ങൾ വർദ്ധിക്കും. ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും. സാമ്പത്തിക കാര്യങ്ങൾക്ക് ആക്കം കൂട്ടും. സുതാര്യത നിലനിർത്തുക. ധനുരാശി. അധികാരികളുടെയും മേലുദ്യോഗസ്ഥരുടെയും സഹായത്താൽ പ്രതീക്ഷിച്ച നേട്ടങ്ങൾ കൈവരിക്കും. ആത്മവിശ്വാസത്തോടെ മുന്നേറുക. യോഗങ്ങളിൽ കാര്യക്ഷമത പുലർത്തുക. നിങ്ങളുടെ കരിയറും ബിസിനസ്സും അഭിവൃദ്ധിപ്പെടും. കുടുംബത്തിൽ സന്തോഷകരമായ അവസരങ്ങൾ വന്നു ചേരും. ഭരണകാര്യങ്ങളിലും കാര്യനിർവഹണത്തിലും പുരോഗതി ഉണ്ടാകും. യാത്രയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു. പരിചയസമ്പന്നരായ വ്യക്തികളിൽ നിന്ന് ഉപദേശവും പിന്തുണയും തേടുക. നിങ്ങളുടെ സ്ഥാനവും അന്തസ്സും ശക്തിപ്പെടും. ദീർഘവീക്ഷണം അനിവാര്യമായിരിക്കും. വിജയശതമാനം ഉയർന്ന നിലയിൽ തുടരും. പദ്ധതികൾക്ക് നല്ല ഫലം ലഭിക്കും. മകരം രാശി. വിജയം ഭാഗ്യത്തിന്റെ സഹായത്തോടെ ഉറപ്പാകും. വിവിധ മേഖലകളിൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുക. സ്ഥിതിഗതികൾ വേഗത്തിൽ മെച്ചപ്പെടും. തടസ്സങ്ങൾ നീങ്ങും. നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക.
ശാരീരിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അനുകൂലമായ വിവരങ്ങൾ ലഭിച്ചേക്കാം. സമൂഹത്തിന്റെ ക്ഷേമത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. സാമ്പത്തിക വശം ശക്തമാകും. വിശ്വാസവും ആത്മവിശ്വാസവും വർദ്ധിക്കും. ഫലപ്രദമായ ആശയവിനിമയത്തിലൂടെ നേട്ടങ്ങൾ നേടുക. മതപരമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കും. സാമൂഹിക പരിപാടികളിൽ പങ്കെടുക്കുക. കുംഭം രാശി. ബന്ധുക്കളിൽ നിന്ന് പഠിക്കുകയും ഉപദേശം തേടുകയും ചെയ്യുക. ജാഗ്രതയോടെ മുന്നേറണം. അപകടകരമായ ജോലികൾ ഒഴിവാക്കുക. ദിനചര്യകൾ പാലിക്കുക. അപ്രതീക്ഷിത സംഭവങ്ങൾ ജോലിയെ ബാധിച്ചേക്കാം. വിവേകത്തോടെ മുന്നോട്ടു പോകാൻ ശ്രമിക്കുക. അത്യാവശ്യ കാര്യങ്ങളിൽ ക്ഷമ കാണിക്കുക. നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. അലസത കാട്ടരുത്. അച്ചടക്കവും സ്ഥിരതയും നിലനിർത്തുക. സമർത്ഥവും നയതന്ത്രപരവുമായ സമീപനം സ്വീകരിക്കുക. അശ്രദ്ധ ഒഴിവാക്കണം. ജോലിയും ബിസിനസ്സും ശരാശരിയിൽ തുടരും. കുടുംബാംഗങ്ങളുടെ സഹായത്തോടെ സാമ്പത്തിക കാര്യങ്ങൾ മെച്ചപ്പെടും. മീനം രാശി. കൂട്ടായ ശ്രമങ്ങൾക്ക് പ്രോത്സാഹനം ലഭിക്കും. ടീം സ്പിരിറ്റോടെ പ്രവർത്തിക്കുക. പ്രധാനപ്പെട്ട ജോലികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ദാമ്പത്യ ജീവിതത്തിൽ അടുപ്പം വർദ്ധിക്കും. ബിസിനസ് സ്ഥിരത കൈവരിക്കും. നേതൃപാടവം വർദ്ധിക്കും. ലക്ഷ്യങ്ങൾക്കായി അർപ്പണബോധമുള്ളവരായിരിക്കുക. സാമ്പത്തിക വശം ശക്തിപ്പെടും. പ്രിയപ്പെട്ടവരുടെ വിശ്വാസം നേടുക. നേതൃത്വം ശക്തിപ്പെടും. എല്ലാവരെയും ബന്ധിപ്പിക്കുന്നതിൽ വിജയിക്കും.